പറഞ്ഞ പാട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പെങ്ങളെ കല്യാണം ആലോചിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. 6 മാസം കഴിഞ്ഞു. 6ാമത്തെ മാസമാണ് കടന്നു വരുന്നത്. 6ാമത്തെ മാസം കടന്നു വന്ന ബക്കറ്റ് നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. നിങ്ങളുടെ നല്ല സുഹൃത്തെയാണ്, സാധുക്കളെ സഹായിക്കാൻ നിങ്ങൾക്ക് ഇവിടെ തെളിവുണ്ട്. നല്ലൊരു വീട് അൽഹംദുലില്ലാഹ് അതുപോലെ കൊടുക്കാൻ അകമഴിഞ്ഞു കൊടുത്തു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉമ്മ ചിരിക്കണം, വാപ്പ ചിരിക്കണം, കബറിൽ കിടന്ന് അതിനു വേണ്ടി കൊടുത്തോളിൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്കൊന്ന് പറഞ്ഞ് ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ ചോദിച്ചു, കാരക്കയോ എന്തിനാടാ നിനക്ക് കാരക്ക? ആ സമയത്ത് പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാ. ശ്രദ്ധിക്കണം സഹോദര, ഇപ്പൊ കല്യാണം കഴിഞ്ഞവരും ഇനി കല്യാണം കഴിക്കാതിരിക്കുന്നവരും എന്റെ കരളിന്റെ കഷണങ്ങളായ ആരോഗ്യം തന്ന തന്റെ ഇടം തന്ന മസിൽ പവർ തന്ന ചെറുപ്പക്കാരാ, 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളു വന്നിട്ട് പറയുന്നു എന്റെ ഭാര്യ ഗർഭിണിയാ. അതുകൊണ്ട് നിങ്ങളൊരു കാരക്ക മന്ത്രിച്ചു തരുവോ? മോനെ, നിന്റെ ഭാര്യ ഗർഭിണിയായതിന് ഞാൻ എന്തിനാണ് ആ കാരക്ക മന്ത്രിക്കേണ്ടുന്നത്? നിങ്ങളെ അവർക്ക് നടക്കാൻ കഴിയില്ലല്ലോ, അവർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, അവരുടെ കാലു നീരാണല്ല സ്വഹാബ. മുത്തുനബിയുടെ സ്വഹാബിയല്ലേ? ഉടനെ പറയുന്നു കാലു നീരാ. കഴിക്കുന്നത് മുഴുവനും ഒന്നിച്ച് ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. എത്രയായാലും ഞാനൊരു ഭർത്താവല്ലേ, എനിക്കത് കാണുമ്പോ വല്ലാത്ത ബേജാറാ. അതുകൊണ്ടൊരു കാരക്ക മന്ത്രിച്ചു തരാമോ? എന്ന് പറഞ്ഞ് എഴുന്നേക്കണാ മുമ്പിൽ നിന്ന്. ഇനി എന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ദൂരേക്ക് മാറി നിൽക്കുകയാണ്. ആ സമയമാണ് ചെറുപ്പക്കാരാ അബൂ ത്വൽഹ തങ്ങൾ ആ പൊന്നുമോൻ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, നിന്റെ ഉമ്മ എവിടെയാണ് ഈ സമയത്തുള്ളത്? എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഈന്തപ്പന പോലെ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ ഒരു വീടിന്റെ റൂമിന്റെ തട്ടില് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. മോനെ, നിന്റെ ഉമ്മയൊന്നും വല്ലാത്ത കണ്ണീരിലാണ്. നിന്റെ ഉമ്മയുടെ അരികത്ത് പോയിട്ട് എത്രയായി? 1 കൊല്ലത്തോളമാകുന്നുണ്ടല്ലോ. മോനെ, നിന്റെ ഭാര്യക്ക് വേദനയെന്ന് പറഞ്ഞപ്പോ നീ ഓടി വന്നതാ. നീ ഉമ്മീക ഹഖുൻ ഇൻ അലിമത കതീറു കതീറു യാ ഹാദാ ലദൈഹി യസീറു വകം ലൈലത്തിൻ ലാകത് ലതികലിക തജ്തവി ലഭാബി ജവാഹർ ലതുവാൻ സഫീറു വഫി الوضع لا تدري عليها مشقة ومن عسس منها الفؤاد يطير. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, കാൽപാദം സൂപർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയതുന്ന വെള്ളാരം കല്ല വനമല്ലേ, തേങ്ങുമ്പോ പൊന്നുമ്മ നൽകുമ്പോ മണിമൊത്തം. പഠിച്ചവരെ അബൂ ത്വൽഹ തങ്ങൾ ചോദിക്കാണ്, ഇന്ന് നിന്റെ ഭാര്യ മുക്കുന്നുണ്ട്, മൂളുന്നുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞവരെ ഇതിനേക്കാ വേദനയോട് ലഹാ സഫീറു. നിന്റെ ഉമ്മ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ട്. അത് നീ മറന്നില്ലേ ചെറുപ്പക്കാരാ? ഓടുകയാണ് അബൂ ത്വൽഹ തങ്ങളോട് അനുവാദം ചോദിച്ച് വീടിന്റെ അകത്തട്ടിലേക്ക് ചെല്ലുകൊണ്ട് അസ്സലാമു അലൈക്കും
അകത്തേക്ക് പോകാതിരുന്നിട്ട് പോലും ആ പ്രിയപ്പെട്ട മകനെ വിളിക്കുന്നു, പൊന്നുമോനെ ഉമ്മാന്റെ കുട്ടിയും അരികത്ത് വരാമോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ മകൻ ഓടിച്ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, 10 മാസത്തോളം ചുമന്നുകൊണ്ട് നടന്നു പോയ ആ പ്രിയപ്പെട്ട ഉമ്മ മലത്തിലും മൂത്രത്തിലും കുളിച്ച് കിടക്കുന്നുണ്ട്. ഒരുപാട് കൽബൊന്ന് പൊട്ടിപ്പോയി. എന്നെ എത്ര വൃത്തിയാക്കിയ ഉമ്മയാ, എന്നെ എത്ര സ്നേഹിച്ച ഉമ്മയാ, എന്നെ എത്ര സന്തോഷത്തോടെ കൊണ്ടുപോയ ഉമ്മയാണ്. ഇന്നവര് സങ്കടത്തിലാണ്. അവരോ കൊണ്ടു